ഞാൻ ബിനാൻസിലും വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഇട്ടുണ്ടായിരുന്നു. ബിനാൻസിൽ എങ്ങനെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, സൈനപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഇട്ടുണ്ടായിരുന്നു. സോ ഇനി അടുത്തത് പേയ്മെന്റ് എങ്ങനെ ചെയ്ത് ക്രിപ്റ്റോ വാങ്ങാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. പേയ്മെന്റ് എങ്ങനെ നടത്താം എന്നുള്ള രീതിയിൽ, അതായത് ലാസ്റ്റ് വീഡിയോ ആണ് ഈ ഒരു സീരീസിലെ. ഓക്കെ, സോ ആ ഒരു പേയ്മെന്റിൻ്റെ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ബിനാൻസ് ഓപ്പൺ ആക്കുക. ബിനാൻസ് എല്ലാം, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കാണിക്കും. ഓക്കെ, ഇതേപോലെ കാണിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾ ബിനാൻസ് ലൈറ്റ് ആക്കാൻ നോക്കുക. ഓക്കെ, ബിനാൻസ് ലൈറ്റ് ആക്കുക. സൈഡിലെ ഓപ്ഷനാണ് ബിനാൻസ് ലൈറ്റ് എന്നുള്ളത്. എന്നിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കൊടുത്ത് വിടുക. എന്നിട്ട് പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾക്ക് ബൈ ക്രിപ്റ്റോ എന്നുണ്ടാവും. ഈ ബൈ ക്രിപ്റ്റോ കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണോ പർച്ചേസ് ചെയ്യാൻ താല്പര്യം അത്. സോ ഞാനിവിടെ കാണിക്കുന്നത് USDT ആണ്. ഓക്കെ, USDT ആണ് ഞാൻ കാണിക്കുന്നത്. INR ഉപയോഗിച്ചിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, സോ INR ഉപയോഗിച്ചിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ ഏകദേശം ഒരു ബൈ ക്രിപ്റ്റോ ആണെങ്കിൽ ഇവിടെ ആക്കുക. സോ ഞാനിവിടെ ഏകദേശം വാങ്ങാൻ പോണത് ഒരു $20 കൂട്ടാം. നിങ്ങൾ എത്രയാണോ വാങ്ങേണ്ടത് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ നെറ്റ്വർക്ക് ഫീസും കൂടി $1 കൂടി എക്സ്ട്രാ വാങ്ങിയിട്ടാണ് വാങ്ങേണ്ടത്. 19 ആണെങ്കിൽ 20 വാങ്ങുക, 20 ആണെങ്കിൽ 21 വാങ്ങുക കേട്ടോ. സോ എന്നിട്ട് സെലക്ട് പേയ്മെൻറ്റ് കൊടുക്കുക. സെലക്ട് പേയ്മെൻറ്റിൽ UPI ആണ് എനിക്ക് താല്പര്യം. UPI കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരാൾ വരും. 97.50 കംപ്ലീഷൻ ആണ്. അയാൾ ഏകദേശം 1500 ഓർഡറോളം എടുത്തിട്ടുണ്ട്. പ്ലേസ് ഓർഡർ കൊടുക്കുക. ഓക്കെ, ഈ പ്ലേസ് ഓർഡർ കൊടുക്കുമ്പോൾ you can only place one order within the same address once please complete the before. സോ ഞാൻ ഓൾറെഡി ഇത് മുമ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. ഓക്കെ, സോ എൻ്റെ ഓൾറെഡി ഒരു ഹിസ്റ്ററി ഇവിടെ റൺ ചെയ്യുന്നുണ്ട്, അതാണ് പ്രശ്നം. സോ കണ്ടോ അതാ. സോ എൻ്റെ ഓൾറെഡി ഇവിടെ ഈ പേയ്മെൻറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടേ ഞാനിത് ക്യാൻസൽ ഓർഡർ കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ ക്യാൻസൽ കൊടുത്തു. സോ ഇനി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ബൈ ക്രിപ്റ്റോ കൊടുക്കുക, USDT സെലക്ട് ചെയ്യുക. എനിക്കൊരു 20, അതായത് ഇവിടെ മാറ്റാൻ ശ്രമിക്കണം. 20 USDT ആണ് എനിക്ക് വേണ്ടത്. സെലക്ട് കൊടുത്തു. അതേപോലെ തന്നെ എനിക്ക് UPI ആണ് വേണ്ടത്. ലൈറ്റ്നിങ് UPI ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ UPI കൊടുത്തു. ഓക്കെ, സോ ഇവിടെ ടോട്ടൽ വാല്യൂ കാണിക്കുന്നുണ്ട്, എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഏകദേശം ഇതാ ഇവിടെ യു റിസീവ് 20 USDT. അതേപോലെ തന്നെ നിങ്ങൾ പേ ചെയ്യേണ്ടത് 2139 രൂപ പേ ചെയ്യണം. പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഓപ്പൺ UPI ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ UPI ID എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അടിയിൽ. ഈ UPI ID സെലക്ട് ചെയ്യുക, അതായത് അത് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ പേയോ ഫോൺ പേയോ Paytm ഇനി വേറെ ഏതെങ്കിലും ആപ്പ് പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. കറക്റ്റ് ഈ എമൗണ്ട് ആയിരിക്കണം. 2139.13 അല്ലെങ്കിൽ 2140 പേയ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്ലോഡ് പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് 3 എടുക്കുക. ഏതെങ്കിലും ഒരു 3 അല്ലെങ്കിൽ 1, 2 ആയാലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും എടുത്തിട്ട് പേയ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. എനിക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് ബാൻ ആവും. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ക്രിപ്റ്റോ പർച്ചേസ് ആയി, നിങ്ങളിത് ഒരു പ്രശ്നം വരുന്നത് ചിലപ്പോൾ നോട്ടിഫൈ അതിൻ്റെ സെല്ലർ ഓൺലൈനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല, അതായത് റിലീസായി കിട്ടില്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കയറും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി കയറും. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പീലിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പീലൊക്കെ കൊടുക്കാനുള്ളത് സിമ്പിളാണ്. അവിടെ തന്നെ അപ്പീൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. വിത്തിൻ 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കിട്ടും. ഓക്കെ, ഒരു 97% ക്രിപ്റ്റോ കിട്ടും. പക്ഷെ പൈസ പോവില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇനി അടുത്തത് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് സിമ്പിളാണ്. സോ ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സെൻഡ് എന്നുള്ള ഓപ്ഷനിൽ വിഡ്രോ ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കോയിനും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കോയിൻ വരും. കോയിൻ വന്നു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക, അവരുടെ അഡ്രസ്സ് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഇതിൽ സെൻഡ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ഫീസും കൂടി ചേർത്ത് വേണം സെൻഡ് ചെയ്യാൻ. ഓക്കെ, നെറ്റ്വർക്ക് ഫീസ് അവിടെ സെലക്ട് ചെയ്യാൻ വരും. നെറ്റ്വർക്ക് ഫീസ് സെൻഡ് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ നെറ്റ്വർക്ക് ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ കാണിക്കും. സോ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത്
സ്ക്രീൻഷോട്ട് അടക്കം അയച്ചിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നെറ്റ്വർക്ക് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അല്ലാതെ അയച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പോയി കിട്ടും. ഓക്കെ, ചിലപ്പോൾ റീഫണ്ട് ആവും 1-2 ദിവസത്തിനുള്ളിൽ, എന്നാലും റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇത്രയും ചെയ്യാനുള്ളൂ, പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവും. നെറ്റ്വർക്ക് ഫീസും കൂടി ചേർന്ന് അയച്ചാൽ. ലൈറ്റ് കോയിൻ ആണെങ്കിൽ തോന്നുന്നു ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഫീസ് കുറവ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് വാങ്ങുക, എന്നിട്ട് മാർക്കറ്റിൽ പോവുക. മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എവിടെയെങ്കിലും കൺവേർട്ട് എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യൽ. സോ ഇതിലില്ലെങ്കിൽ ട്രേഡ് എന്നുള്ളതിൽ പോയാലും കാണാൻ പറ്റും. ട്രേഡ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ കൺവേർട്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടോ. സോ ഇവിടെ നിങ്ങളുടെ ക്രിപ്റ്റോ, അതായത് ഇവിടെ USDT നിങ്ങളതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുണ്ടോ 0. USDT എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഏത് കൊതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ലൈറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ LTE എന്ന് അടിച്ചാൽ മതി. കണ്ടോ, LTC എന്ന് അടിച്ചാൽ മതി. ലൈറ്റ് കോയിൻ അവിടെ വരും. LTC അതാ ലൈറ്റ് കോയിൻ അവിടെ വന്നു. അത് കൺവേർട്ട് ചെയ്യുക, പ്രിവ്യൂ കൊടുക്കുക, ഇത് കൺഫേം കൊടുക്കുക. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെത്രയാണോ കാണിക്കുന്നത് അതിൻ്റെ നെറ്റ്വർക്ക് ഫീസ് കൂടി ചേർത്ത് അയക്കുക. ഓക്കെ, ലൈറ്റ് കോയിൻ്റെ നെറ്റ്വർക്ക് ഫീസ് വളരെ കുറവാണ്, ഏകദേശം 10 സെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിലേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, കാര്യങ്ങൾ നോക്കി ചെയ്യുക, സിമ്പിളാണ്. ഓക്കെ, സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.